എല്ലാവർക്കും സ്മാർട്ട് ഫണ്ട്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നിക്ഷേപം സാധ്യമാകുന്ന റേറ്റ്സിനെ കുറിച്ചാണ്. എന്താണ് റേറ്റ്സ് എന്ന് പറഞ്ഞാൽ? റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു നിക്ഷേപ മാർഗ്ഗമാണ് റേറ്റ്സ്. അപ്പോൾ റേറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളതിനെ പണ്ട് ഗൾഫിലൊക്കെ പോയിട്ട് കുറച്ച് 2-3 വർഷം ഗൾഫിൽ താമസിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു സേഫായ നിക്ഷേപം എന്ന രീതിയിൽ എല്ലാവരും ചെയ്യുന്നൊരു പണി എന്താ, റോഡരികിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലം വാങ്ങി അവിടെ ഒരു ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കി അത് വാടകയ്ക്ക് കൊടുക്കും. അപ്പോൾ എന്ത് കിട്ടും? ഭൂമി വിലയ്ക്ക് എന്തായാലും ഒരു 8% അപ്രിസിയേഷൻ കിട്ടും. അപ്പം ഭൂമി വില കൂടും, അതിന് മെച്ചം കിട്ടും. മറുഭാഗത്ത് കെട്ടിടന്ന് കിട്ടുന്ന റവന്യൂ ഉണ്ടല്ലോ, ഇൻകം, റെൻറ്റ്, ആ റെൻറ്റും കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ഥിര വരുമാനം ഉറപ്പാക്കുകയാണ് ആ ഗൾഫുകാരൻ ചെയ്യുന്നത്. നാളെ മറ്റന്നാൾ ഗൾഫിലെ ജോലിയൊക്കെ ഇല്ലാതായാലും തിരിച്ചു വരുമ്പോൾ അയാൾക്ക് ജീവിക്കാനുള്ള ഒരു സ്ഥിര വരുമാനം ഒക്കെ ചെയ്യുന്നത്. പക്ഷെ അതിന് അയാളൊരു നല്ല എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണ്ടേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 4 കടമുറിയുള്ള ഒരു ബിൽഡിങ്ങും ഒരു സ്ഥലം കൂടിയൊക്കെ വാങ്ങുകയാണെങ്കിൽ അതിൽ കുറച്ച് ലക്ഷങ്ങൾ ചിലവാക്കണ്ടേ? അപ്പോൾ ഇങ്ങനെ ലക്ഷങ്ങൾ ചിലവാക്കുന്നതിന് പകരം നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നത് പോലെ ഇത്തരം ഈ റിയൽ എസ്റ്റേറ്റ് ഓഹരികളിൽ അല്ലെങ്കിൽ യൂണിറ്റുകളിൽ നിക്ഷേപിക്കാനുള്ള ഒരു മാർഗമാണ് ഈ റേറ്റ്സ് എന്ന് പറയുന്നത്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എന്നതിൻ്റെ ചുരുക്കമാണ് ഈ REIT എന്ന് പറയുന്ന സാധനം, റേറ്റ് എന്ന് പറയുന്ന സാധനം. റേറ്റ് എന്നും ചിലർ വളരെ അപൂർവമായിട്ട് ചില മാധ്യമങ്ങൾ റീറ്റ് എന്നും പറയും, പക്ഷേ നമ്മൾ റേറ്റ് എന്ന് തന്നെ പറയുന്നു. ഈ റേറ്റ്സ് അങ്ങനെ ഫിസിക്കൽ പ്രോപ്പർട്ടി വാങ്ങാതെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപിക്കാനുള്ള ഒരു മാർഗമാണ് റേറ്റ്. ഇത് 1960 കാലഘട്ടങ്ങളിലോ മറ്റും US ഇത് തുടങ്ങിയത്. US ഇത് വലിയ ബൂമാണ്. ഈ തരം നിക്ഷേപം US വലിയ ബൂമാണ്. ഇന്ത്യയിലേക്ക് 2019 മറ്റാണ് ഇത് കടന്നു വരുന്നത്. ഇന്ത്യയിൽ പതുക്കെ അത് പിക്കപ്പായി വരുന്നേ ഉള്ളൂ. ഇപ്പോഴും അത്ര പോപ്പുലർ ആയിട്ടില്ല. എങ്കിലും നമ്മൾ പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ അതിവേഗം കരുത്താർജിക്കുന്ന ഒരു നിക്ഷേപ മാർഗമാണ് റേറ്റ്. അത് മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഒരു നിക്ഷേപ മാർഗം തന്നെയാണ്. നമ്മൾ ഡിജിറ്റൽ പ്രോപ്പർട്ടിയിലാണ് നിക്ഷേപിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. റേറ്റ്സ് ശരിക്കും നല്ലൊരു നിക്ഷേപ മാർഗമാണോ? റേറ്റ് ഒരു നിക്ഷേപ മാർഗമാണ് എന്ന് പറയാൻ കാരണം നമ്മളെപ്പോഴും നിക്ഷേപിക്കുന്ന ഒരു സംഗതിക്ക് പ്രൊട്ടക്ഷനാണല്ലോ ഉള്ളത്. സ്വാഭാവികമായിട്ടും പ്രൊട്ടക്ഷൻ കിട്ടാൻ ഉതകുന്ന പല നിയമങ്ങളും അല്ലെങ്കിൽ പല നിർദ്ദേശങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട്. ഉദാഹരണത്തിന് 80% പണി പൂർത്തിയായ കെട്ടിടങ്ങളിൽ മാത്രമേ നിക്ഷേപിക്കാൻ ആർക്ക് അവകാശമുള്ളൂ? ഈ റേറ്റ്സിന് എന്ന് പറയുന്ന ഈ രീതിയിൽ സമാഹരിക്കുന്ന ഫണ്ടിന് നിക്ഷേപിക്കാൻ അവകാശമുള്ളൂ. അതുകൂടാതെ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ 90% ലാഭവിഹിതമായിട്ട് നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കുകയും വേണം. എന്നുവെച്ചാൽ അത് ആ ഒരു ഈ പ്രോപ്പർട്ടി മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ് ചെയ്യുന്ന ആളുകൾക്ക് 10% അവർക്ക് ബാക്കി 90% എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. അതുകൂടാണ്ട് ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ 70-75% ഈ നമ്മുടെ വാടകയിൽ നിന്നുള്ള വരുമാനമായിരിക്കണമെന്ന് ഉറപ്പാക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഈ കണ്ടീഷൻസും സെബിയുടെ നിയന്ത്രണവുമുള്ള ഒരു സ്ഥാപനമാണ് ഈ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നിക്ഷേപം 100% അല്ലെങ്കിൽ 100% എന്ന് പറയുന്ന സാധനം നമ്മൾ അവസാനം നമുക്ക് പറയാം, അങ്ങനത്തെ സംഗതി ഇല്ല എങ്കിലും പറയുകയാണ്, താരതമ്യേന വളരെ സേഫാണ്. ഒരു മ്യൂച്വൽ ഫണ്ട് പോലെ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ ഓഹരികളിൽ നമ്മൾ നിക്ഷേപിക്കുന്ന പോലെ ഒരു സേഫായ നിക്ഷേപ മാർഗം തന്നെയാണ് റേറ്റ്. കാരണം ഇതിന് ഗവൺമെൻറ്റിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും ഉണ്ട്. ആ നിയന്ത്രണങ്ങൾക്കനുസരിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇവർ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഷോപ്പിംഗ് മാളുകൾ, അതുപോലെ നമ്മുടെ കമേഴ്ഷ്യൽ ഇതില്ലേ, നമ്മുടെ ഉദാഹരണത്തിന് ഗൂഗിൾ ഇന്ത്യയിൽ എവിടെയെങ്കിലുമൊക്കെ കെട്ടിടം വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ അത് ഇത്തരം റേറ്റ്സിലൂടെയൊക്കെയാണ്. ഗൂഗിളിൻ്റെ കുറേ ഓഫീസുകൾ കിടക്കുന്ന ഇത്തരം റേറ്റ്സിലാണ്. അപ്പം ഇത്തരം ഓഫീസുകളും ആളുകൾ, അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ, പിന്നെ റിസോർട്ടുകൾ, ഇത്തരം സംഗതികളിലൊക്കെ നിക്ഷേപിക്കുകയാണ് ഈ റേറ്റ്സ് മുഖേന അല്ലെങ്കിൽ ഈ റേറ്റ് മുഖേന സമാഹരിക്കുന്ന ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് സർക്കാരിൻ്റെ കടുത്ത നിയന്ത്രണങ്ങളുണ്ട്, മറുഭാഗത്ത് നിങ്ങൾക്കറിയാം ഭൂമിയിലോ അല്ലെങ്കിൽ ഇത്തരം റിയൽ എസ്റ്റേറ്റിലോ നിക്ഷേപിക്കുന്ന പണം ഒരിക്കലും വേസ്റ്റ് ആകാറില്ല. ഒരു മിനിമം അപ്രിസിയേഷൻ നമുക്ക് കിട്ടാറുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റേറ്റ്സ് ഏതൊക്കെയാണ്? ഇതിന് എന്തെങ്കിലും ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടോ? കുറേ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പക്ഷേ അത്രമാത്രം ഇവിടെ വിപുലീകരിക്കപ്പെട്ടില്ല. കാരണം ഓഫീസ് റേറ്റ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ റേറ്റ് ഉണ്ട്, അതുപോലെ റീറ്റെയിൽ റേറ്റ് ഉണ്ട്, പിന്നെ റിസോർട്ട് റേറ്റ് ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ റേറ്റ്സ് ഉണ്ട്. ഇന്ത്യയിൽ ആണെങ്കിൽ പ്രധാനപ്പെട്ട 3 റേറ്റ്സാണ് ഉള്ളത്. അതിലൊന്ന് എംബസി ഓഫീസ് പാർക്ക് റേറ്റാണ്, മറ്റൊന്ന് മൈൻഡ് സ്പേസ് ആണ്, മൂന്നാമത്തത് ബ്രൂക്ക് ഫീൽഡാണ്. അങ്ങനെ ബ്രൂക്ക് ഫീൽഡിൻ്റെ ഈ 3 റേറ്റുകളാണ് പ്രധാനമായിട്ടുള്ളത്.
ഫണ്ടുകളും മ്യൂച്വൽ ഫണ്ടുകളും പലപ്പോഴും ഇത്തരം റേറ്റുകളിൽ ഒരു ബാലൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് നിക്ഷേപിക്കും. ബാലൻസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഹരി വിപണിയിൽ പരിപൂർണ്ണമായിട്ട് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ റിസ്ക് ഉണ്ടല്ലോ, ആ റിസ്ക് മറികടക്കാൻ വേണ്ടി ഭൂമിയിൽ നിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ ഇതിൽ നിക്ഷേപിക്കും. അപ്പം ഇന്ത്യയിൽ പ്രധാനപ്പെട്ട റേറ്റുകൾ അതൊക്കെയാണ്. ഇതൊക്കെ എംബസി, മൈൻഡ് സ്പേസ്, ബ്രൂക്ക്ഫീൽഡ്, ഇതാണ് 3 പ്രധാനപ്പെട്ടത്. ഇതാണ്. എനിക്കിപ്പോൾ റേറ്റ്സിനെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പം എന്നെപ്പോലെ ഒരു തുടക്കക്കാരിക്ക് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് റേറ്റ്സിൽ നിക്ഷേപിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത്? ഒന്നാമതായിട്ട് വേണ്ടത് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് വേണം. നമുക്ക് ആ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും റേറ്റ്സിൽ നിക്ഷേപിക്കാൻ പറ്റുള്ളൂ. 2, നമ്മൾ ഏത് സാധനം വാങ്ങുന്നതിന് മുമ്പ് ബേസിക് റിസർച്ച് നടത്തണം. അപ്പോൾ ഇവിടെ ബേസിക് റിസർച്ച് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒക്യുപ്പൻസി റേറ്റും അതുപോലെ ഡിവിഡൻഡ് ഹിസ്റ്ററിയുമാണ്. എന്താണ് ഒക്യുപ്പൻസി റേറ്റ്? ഉദാഹരണത്തിന് ഒരു റേറ്റ് പോയിട്ട് നിക്ഷേപിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ, ഇപ്പം നമ്മുടെ ബിസിനസ് സെൻറ്റർ, നമ്മളിരിക്കുന്ന ഈ ബിസിനസ് സെൻറ്റർ, ഈ ബിസിനസ് സെൻറ്ററിൽ ഒക്യുപ്പൻസി റേറ്റ് ഉണ്ട്. ഈ ബിസിനസ് സെൻറ്ററിൽ എത്രമാത്രം സ്പേസ് ഓൾറെഡി ഒക്യുപ്പൈഡ് ആണ്, അത് ആ ഒരു ബിസിനസ് സെൻറ്ററിൻ്റെ പ്രോഫിറ്റ് കാണിക്കുന്നതല്ലേ. അപ്പോൾ സപ്പോസ് ഈ ബിസിനസ് സെൻറ്ററിൽ 80%, 90% ഒക്യുപ്പൻസി ഉണ്ട് എന്ന് പറയുന്നത് ഈ ബിസിനസ് സെൻറ്റർ ലാഭത്തിൽ പ്രവർത്തിക്കുന്നതിന് തെളിവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു റേറ്റ്സിൻ്റെ ഏറ്റവും വലിയ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒക്യുപ്പൻസി റേറ്റ് ആണ്. ഇപ്പോൾ ഇവർ ഹോസ്പിറ്റലാണ് നടത്തുന്നതെങ്കിലും, ഇവർ റിസോർട്ടാണ് നടത്തുന്നതെങ്കിലും, ഇവർ ഷോപ്പിംഗ് നമ്മുടെ മാളുകളാണ് നടത്തുന്നതെങ്കിലും, ഇതിൻ്റെയൊക്കെ ഒക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്ന റേറ്റ് ഉണ്ട്. ആ റേറ്റ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ റേറ്റ് എന്ന് പറയുന്ന ഈ നിക്ഷേപ മാർഗത്തിൻ്റെ കരുത്ത് നമുക്ക് അളക്കാൻ പറ്റും. പിന്നെ മറ്റൊന്ന് പറയുന്നത്, ഇവർ വർഷാവർഷം ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഡിവിഡൻഡ് വെച്ചിട്ട് കൃത്യമായ ഡിവിഡൻഡ് നോക്കിയാലും ഡിവിഡൻഡ് ഫ്ലോ നോക്കിയാലും നമുക്കിത് എത്രമാത്രം പ്രോഫിറ്റിലാണെന്ന് തിരിച്ചറിയാൻ പറ്റും. ചുരുക്കത്തിൽ സ്ഥിര വരുമാനം ഉറപ്പാക്കുന്ന ഒന്നാണ്, ഒരു നിക്ഷേപ മാർഗമാണ് റേറ്റ്സ്. സ്ഥിര വരുമാനം ഉറപ്പാക്കുന്ന ഒന്നാണ്. നമുക്ക് നമ്മൾ സാധാരണ മറ്റ് നിക്ഷേപിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ സ്റ്റോക്ക്, മ്യൂച്വൽ ഫണ്ട്, ഗോൾഡ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇവിടെ ഒരു വൈവിധ്യവൽക്കരണം വരികയാണ്, ഡൈവേഴ്സിഫിക്കേഷൻ വരികയാണ്. ലാൻഡിൽ, നമ്മുടെ റിയൽ എസ്റ്റേറ്റിൽ നമുക്ക് നിക്ഷേപിക്കാനുള്ള ഒരു സുവർണാവസരമാണ്. കുറഞ്ഞ തുക നിക്ഷേപിച്ചിട്ട്, കുറഞ്ഞ തുക നൽകിയിട്ട് നമുക്ക് റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുന്നത്. അപ്പോൾ 4മതൊരു നിക്ഷേപ മാർഗം വരികയാണ്. അപ്പം അങ്ങനെ ഒരു നിക്ഷേപമാർഗം വരുമ്പോൾ എന്താ, ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിക്ക് എന്തെങ്കിലും തകർന്നാലും എന്തെങ്കിലും സംഭവിച്ചാലും ഈ മേഖല നിലനിൽക്കും. അപ്പോൾ നമ്മൾ 100% പണം ഒരു സ്ഥലത്തിട്ടാൽ അവിടെ എന്തെങ്കിലും പറ്റിയ റിസ്ക് അല്ലേ. അതിന് പകരം നമ്മൾ ഗോൾഡിലിടുന്നു, നമ്മൾ റിയൽ എസ്റ്റേറ്റിലിടുന്നു, നമ്മൾ സ്റ്റോക്കിലിടുന്നു. അങ്ങനെ ഇടാൻ പറ്റുന്ന ഒന്നാണ് ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയാണ് ഈ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വൈവിധ്യവൽക്കരണം കിട്ടുന്നു, നമുക്കൊരു മിനിമം ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു മിനിമം റിട്ടേൺ ഉറപ്പാക്കുന്നു. ആ രീതിയിൽ നോക്കുമ്പോൾ റേറ്റ് എന്ന് പറയുന്നത് എല്ലാവരുടെയും നിക്ഷേപത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സുരക്ഷിതമായ നിക്ഷേപ മാർഗ്ഗമാണ്, ഒരു പരിധിവരെ സുരക്ഷിതമായ നിക്ഷേപ മാർഗ്ഗമാണ്. എന്നാൽ അതേ സമയത്ത് മാർക്കറ്റിൻ്റെ, നമ്മൾ എപ്പോഴും ഷെയർ മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു കാര്യം പറയും, എല്ലാം മാർക്കറ്റ് റിസ്കിന് വിധേയമാണ്, അത് ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ്. അതുപോലെ തന്നെ ഈ റേറ്റ് എന്ന് പറയുന്നതും മാർക്കറ്റിൻ്റെ റിസ്കിന് വിധേയമാണ്. ഉദാഹരണത്തിന് സാമ്പത്തിക മാന്ദ്യം വന്നാൽ തീർച്ചയായിട്ടും അത് എവിടെയും പ്രതിഫലിക്കും, റിയൽ എസ്റ്റേറ്റ് മേഖലയിലും പ്രതിഫലിക്കും. പിന്നെ ഈ പ്രോപ്പർട്ടിയിൽ നിക്ഷേപിക്കും, ചിലപ്പം ഇവർ കടം കൊടുക്കും ഈ ബിൽഡേഴ്സിനൊക്കെ. അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് ഇവരുടെ ഒരു വരുമാന മാർഗ്ഗമാണ്. പിന്നെ ഇവരും ചിലപ്പോൾ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് ലോൺ എടുത്തിട്ടുണ്ടായിരിക്കും പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യുന്നതിനും മറ്റും. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന വ്യതിയാനവും ഈ ഒരു മേഖലയിൽ നമ്മളെപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ വരുമ്പം ഇതിൻ്റെ പ്രോഫിറ്റിനും അല്ലെങ്കിൽ ഇതിൻ്റെ ലാഭനഷ്ടങ്ങളെ സ്വാധീനിക്കും. ഇപ്പം റിസർവ് ബാങ്ക് തീരുമാനിക്കുകയാണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനും കുറയ്ക്കാനും. ഇത്തരം കാര്യങ്ങളും ഇതിൻ്റെ ലാഭനഷ്ടങ്ങളെ കാര്യമായിട്ട് ബാധിക്കും. പിന്നെ പ്രോപ്പർട്ടി സ്പെസിഫിക് ആയിട്ട് റിസ്ക്കും ഉണ്ട്. ഉദാഹരണത്തിന് ഇവിടെ ഒരു 15 നില ബിൽഡിങ് കൊച്ചിയിലെടുത്തു. ഇപ്പോൾ നമ്മൾ നെട്ടൂരോ എന്താണ് അവിടെ നമ്മുടെ അടുത്തൊരു ബിൽഡിംഗ് ഇടിച്ചല്ലോ. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ നമ്മൾ നിക്ഷേപിച്ച സ്ഥാപനം ആ ഒരു ബിൽഡിങ്ങിൽ നിക്ഷേപിച്ചെന്ന് കരുതുക. സ്വാഭാവികമായിട്ടും ആ ബിൽഡിങ് ഇല്ലാതാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിലേക്ക് ഒക്യുപ്പൻസി റേറ്റ് കുറയുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ ബിൽഡിങ്ങിന് വരുന്ന നഷ്ടവും മൊത്തത്തിൽ നമ്മുടെ നിക്ഷേപത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് കിട്ടും, ഒരു മ്യൂച്വൽ ഫണ്ടിലെ ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് പോലെ നമുക്കിത് വാങ്ങാൻ പറ്റും, നമുക്കിത് വിൽക്കാൻ പറ്റും. എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിൽ നമുക്കിത് വിറ്റ് ഒഴിവാക്കാനും പറ്റും. അപ്പോൾ എന്താണ്, അഫോർഡബിൾ ആയിട്ട് നമുക്കിത് വാങ്ങാൻ പറ്റുന്നു, വളരെ കുറഞ്ഞ പൈസ കൊടുത്ത് നമുക്കിത് വാങ്ങാൻ പറ്റുന്നു, നമുക്കത് വിൽക്കാനും പറ്റുന്നു. അപ്പോൾ അതൊരു സാധാരണ ലാൻഡിന് പറ്റും. ഉദാഹരണത്തിന് നിനക്കൊരു ചെറിയ പ്രോപ്പർട്ടി വേണമെങ്കിൽ 2-3 ലക്ഷം വേണം. ഇവിടെ നിനക്ക് 300 രൂപ 400 രൂപ ഉണ്ടെങ്കിൽ ഒരു യൂണിറ്റ് വാങ്ങാം. അപ്പോൾ നമ്മുടെ കുറഞ്ഞ പൈസ കൊണ്ട് നമുക്ക് റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കാൻ പറ്റുന്നു. പിന്നെ ഒരു പ്രോപ്പർട്ടി നമുക്ക് വിറ്റ് ഒഴിവാക്കണമെങ്കിൽ കുറേ ഘടകങ്ങളുണ്ട്, നമുക്ക് എളുപ്പത്തിൽ വിൽക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓഹരി വിൽക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട് വിറ്റ് ഒഴിവാക്കുന്ന പോലെ നമുക്ക് ഒഴിവാക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതൊരു റെഗുലർ ഇൻകമും നൽകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും
മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്ന സംഗതി അവിടെയുണ്ട്. സ്ഥിരം പറയുന്ന ഡിസ്ക്ലെയിമർ നമുക്ക് പറയാം, എപ്പോഴും ഈ നിക്ഷേപവും മാർക്കറ്റ് റിസ്കിന് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ഈ റേറ്റ്സിനെ കുറിച്ച് കാര്യമായിട്ട് പഠിക്കണം. അറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കണം. ചുരുക്കത്തിൽ സ്ഥിര വരുമാനം ഉറപ്പാക്കുന്ന നല്ലൊരു നിക്ഷേപ മാർഗ്ഗമാണ് റേറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമൻ്റ് ആയിരുന്നു ഇത്തരം ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിച്ചത്. ഇത്തരം സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.